ഹലോ ഗൈസ്, അപ്പോൾ ഞാനും തീരുമാനിച്ച് റൂം മേക്ക് ഓവർ ചെയ്യാന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ മൊത്തത്തിൽ റൂമിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കബോർഡൊക്കെ പെയിൻ്റ് അടിക്കണം, ഡോറൊക്കെ പെയിൻ്റ് അടിക്കണം, പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വരാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് കുറേ ദിവസത്തെ ആയിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഓൾറെഡി ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. എന്താ ഡ്രസ്സ് ഇടുന്ന ഇതില്ലേ, കബോർഡ് ഒരെണ്ണം ഉണ്ട്, ഒരു പഴയതാണ്. അപ്പോൾ അത് തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് കബോർഡിൻ്റെ ആവശ്യം എനിക്ക് വേണ്ടാന്ന് തോന്നി. പിന്നെ അല്ലാതൊരു ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിക്കാം. ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വാങ്ങിയേക്കുന്നത്. പക്ഷേ അതിനകത്ത് പിന്നെ തോർത്തും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ടേബിളും വേണ്ട, ഈ കബോർഡാണ് നമ്മളിന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുൻപ് റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെയുള്ള ഫാനുണ്ട്, മറ്റേ ഫാനുണ്ടെങ്കിൽ എനിക്ക് ഈ ഫാൻ വേണം. എൻ്റെ ഇതാ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ സൂത്രം. ഹാങ്ങർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടെ വരുമ്പോൾ ഹാങ്ങറിലിടണം, അല്ലാതെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഈ 2 ബാസ്ക്കറ്റ് ഞാൻ അല്ലാതെ ഞങ്ങളുടെ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളിയല്ലേ, സൂപ്പറാണ്. പിന്നെ ഉണ്ടല്ലോ മേക്ക് ഓവർ എന്നൊക്കെ ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതല്ലേ. പക്ഷെ അല്ല കേട്ടോ, പെയിൻറ്റിന് നല്ല പെയിൻറ്റിന് തന്നെ കൊടുക്കണം 10-300 രൂപ. എനിക്കിതൊന്നും പരിചയമില്ലല്ലോ. ഞാൻ വിചാരിച്ചോ പെയിൻറ്റിന് 100, ബ്രഷിന് 100, അടിക്കുന്ന ടപ്പൻ്റെന് 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. പക്ഷേ എല്ലാം കൂടെ ഒത്തിരി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് പഴയ മമ്മിയുടെ സോപ്പ് പെട്ടിയാണ്. എന്തായാലും സാധനം അഴുക്കാവുമല്ലോ, സോപ്പ് പെട്ടി എടുത്തു. നമുക്ക് അകത്തുനിന്ന് തുടങ്ങാം, എന്നിട്ട് പുറത്തോട്ട് പോകാം കേട്ടോ. അപ്പൻ്റെ എത്ര ഒഴിക്കുന്നോ അത്രയും സിമ്പിളായിരിക്കും അടിക്കാനെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ നീ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അപ്പൻ്റെ എനിക്ക് നല്ല മണം. പുതിയ വീടൊക്കെ പണിയുമ്പോൾ ആ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു മണമില്ല, ആ മണം. എനിക്ക് പെയിൻ്റ് അടിക്കുന്ന ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീട്ടുകാർ ആരെയും കൂട്ടിയില്ല, എനിക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് പരിപാടി ഇഷ്ടപ്പെട്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു, പക്ഷെ താഴെ അടിക്കുമ്പോഴത്തേക്ക് തീർന്നുപോയി. ഫസ്റ്റ് കോട്ട് ഏകദേശം അടിച്ച്, ഇനിയും ബാക്കി അടിക്കണം. കബോർഡിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നു, കുറച്ച് ഇനി കണ്ടപ്പോഴത്തേക്ക് പെയിൻറ്റ് തീർന്നുപോയി. ടർപ്പൻ്റെനൊക്കെ മുക്കി നന്നായിട്ടൊക്കെ അടിച്ചെങ്കിലും പെയിൻറ്റ് തീർന്നുപോയി. പുതിയ വാങ്ങണം. അപ്പോൾ ഉള്ള പെയിൻ്റൊക്കെ വെച്ചിട്ട് ഞാൻ എത്ര അടിച്ചു എന്ന് കാണിക്കാം. ഈ ടേബിള് മൊത്തം ബ്രൗൺ ആയിരുന്നു, ആ ടേബിളിൻ്റെ മണ്ടേ ഭാഗം മാത്രം വൈറ്റ് അടിച്ച് അങ്ങനെ ആക്കിയെടുത്തു. പിന്നെ ഈ കബോർഡിൻ്റെ ഉൾഭാഗം ആരും കാണത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആക്കി. ഇനി നമ്മൾ ഈ കൊച്ചു വരയുള്ളിടത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ പൂ വരച്ച് വയ്ക്കും. അല്ലെ മറ്റേ പറക്കം കളിക്കകത്ത് പറയത്തില്ലേ, കൊച്ചു ഓട്ടമുള്ള ഇടത്തെല്ലാം കൊച്ചു പൂ വരച്ച് വെച്ചാൽ അറിയുന്നു. മൊത്തം ഒരു പൂവായിരിക്കും കണ്ടോണേ. പക്ഷെ നല്ല രസമില്ലേ. ഇനി ആ കുളത്തിൻ്റെ അവിടെ ആയിട്ടൊരു ഗോൾഡ് കളറിലേക്ക് ഗോൾഡ് കളർ, അതാണ് എൻ്റെ മനസ്സിൽ. ഗോൾഡ് കളറ് പിടിയും കൂടെ വെച്ച് ഞാൻ സെറ്റ് ആയിരിക്കും. അപ്രാവശ്യത്തും അടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നി അടിക്കണ്ടാണ് ഞാൻ, കാരണം ഈ ടേബിളും അങ്ങനത്തെ ഷെയ്ഡ് കൊടുത്തോണ്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇല്ലേ ഞാൻ അടിക്കും. ഓക്കെ, ഇതിനകത്ത് ഇനി കുറച്ച് പൂവും കായും ഒക്കെ വരച്ച് വയ്ക്കും. ഓട്ടമുള്ളിടത്തെല്ലാം മൊത്തത്തിൽ പൂവും കായും വരും. ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി സെറ്റാക്കി വയ്ക്കാം.
കുറച്ച് ഓർഗനൈസിങ് പരിപാടി ചെയ്യാം. ഇതെല്ലാം എൻ്റെ സാമഗ്രികളാണ്.